വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നേരിട്ട് വിളിച്ച് അഭിപ്രായം പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. വലിയ ഒരു ജനപിന്തുണ തന്നെ ഇപ്പോൾ വി ഡി സതീശനുണ്ട്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയല്ലേ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, മാധ്യമങ്ങളോട് സംസാരിക്കാതിരിക്കുക, മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മാധ്യമങ്ങളെ കാണുക, ഇങ്ങനെ എല്ലാ രീതിയിലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നിടത്ത് നിന്നാണ് അത് മടുത്താണ് ജനം UDF 102 സീറ്റിൻ്റെ വലിയ മാൻഡേറ്റ് കൊടുത്ത് അധികാരത്തിലെത്തിയത്. അപ്പോൾ അവിടെ അപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനെ ജനം നേതാവായി അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയായി കണ്ടാണ് ഈ വെർഡിക്റ്റ് കൊടുത്തതും വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതും. അതിനുശേഷം നടത്തിയ ഓരോ ഇടപെടലുകൾ നോക്കിയാൽ മതി. കാരണം ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനം പ്രഖ്യാപിച്ചത് ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. രണ്ടാമതായപ്പോൾ റെയിൽ ഭൂമി വിജ്ഞാപനം റദ്ദാക്കി മഞ്ഞക്കുറ്റിയെടുത്ത് അറബിക്കടലിൽ എറിയാനുള്ള തീരുമാനമാണ് വന്നത്. മൂന്നാമത് ഭൂപ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം. ഈ 3 പ്രഖ്യാപനങ്ങളുമായി ജനകീയ സർക്കാരാണ്, ജനക്ഷേമമാണ് ഞങ്ങൾ മുൻനിർത്തുന്നത്. അതുപോലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും ഉടൻ നടപ്പാക്കും എന്നൊരു വാഗ്ദാനവും നൽകി വളരെ കയ്യടി നേടിയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നിടത്തു നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ വി ഡി സതീശന് വലിയ മാറ്റമൊന്നും വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജനം കൂടുതൽ അംഗീകരിക്കുകയും ചേർത്ത് പിടിക്കപ്പെടുകയും ചെയ്യുന്നത്. ഓരോ വിഷയത്തിലും കൃത്യമായി നിലപാട് പറയുന്നു. ഓരോ മന്ത്രിസഭാ യോഗങ്ങളിൽ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി, എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു, ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. ഇത്രേ ജനം ആഗ്രഹിക്കുന്നുള്ളൂ. അത് തന്നെയാണ് സതീശന് കിട്ടുന്ന ഈ ഒരു പിന്തുണയും. പിന്നെ സതീശൻ നേരിട്ട് വിളിക്കുക എന്ന് പറയുന്നത്, ഒരാളുടെ ദുരിതം അറിയുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ അറിയുമ്പോൾ ആ പ്രശ്നങ്ങളിൽ സർക്കാർ ഒപ്പമുണ്ട് എന്ന് മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്നതിൽ കൂടുതൽ ഒരു ഉറപ്പ് ആർക്കും കൊടുക്കാനില്ല. കാരണം ഇപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ മീനാക്ഷി എന്ന് പറയുന്ന ഒരു മിടുക്കിയായ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയുടെ വാർത്ത കൊണ്ടുവന്നത്. 10ാം ക്ലാസ് എല്ലാ വിഷയത്തിനും A+ മേടിയാണ് ആ കുട്ടി ജയിച്ചത്. അത് തുടർന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹം. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ ഭിന്നശേഷി സൗഹൃദമല്ല ആ കുട്ടി പോകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ദുഃഖവും വിഷമങ്ങളുമാണ് പങ്കുവച്ചത്. അതറിയുമ്പോൾ നേരിട്ട് വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് ഉറപ്പ് കൊടുക്കുകയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, മോൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരും എന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് കൊടുക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വിശ്വാസമാണ്, ഞങ്ങളെ കരുതാൻ, ഞങ്ങൾക്കൊപ്പം, ഞങ്ങളെ കൂടെ നടക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിനാണ് ഈ പ്രവർത്തനം കൊണ്ടുവന്നത്. ഇത് വലിയ ജനപിന്തുണ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇത് തുടരേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വിനോദിനി എന്ന് പറയുന്ന കുട്ടിക്ക് കൃത്രിമ കൈ വെച്ച് കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴേ വി ഡി സതീശന് നല്ലൊരു മനസ്സ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലെ ഒരു വീഴ്ച കാരണമാണ് ആ കുട്ടിക്ക് കൈ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് കൃത്യമായി നടപടി എടുക്കേണ്ടിയിരുന്നത് സർക്കാരായിരുന്നു. അന്നത്തെ പിണറായി സർക്കാരായിരുന്നു അതിന് നടപടി എടുക്കേണ്ടിയിരുന്നത്. പിണറായി സർക്കാർ കൃത്യമായി അതിൽ ഇടപെടൽ വന്നില്ല. അത് കാരണം ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. അതിനുശേഷം ആ കുഞ്ഞ് സ്കൂളിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിരിക്കുന്നു. വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിലുള്ള കുട്ടിയാണ്. അവർക്ക് ഈ ഒരു കൃത്രിമ കൈ വയ്ക്കുക എന്ന് പറയുന്നത് അവരുടെ ചെലവിനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ല. ആ സമയത്ത് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടതാണ് പിന്നെ പ്രതിപക്ഷത്തിരുന്ന് വി ഡി സതീശൻ ചെയ്തത്. അത് ജനം സ്വീകരിച്ചു, ജനം കൈയടിച്ചു. ഈ കുട്ടി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിന് ആ കുട്ടി വന്നിരുന്നു, കാണുന്നു, സതീശൻ അവരെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ അമ്മമാർ വരുന്നു, സതീശനോട് പെരുമാറുന്ന രീതി ഇതൊരു ജനങ്ങൾക്കൊപ്പമാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് സിനിമോൾ എന്ന് പറഞ്ഞ പുനലൂരുള്ള ഒരു നേഴ്സിനെ നേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രി അഭിനന്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ അവർ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന മകളുമായി സഞ്ചരിച്ചിരുന്ന ഒരു യുവാവ് കുഴഞ്ഞു വീഴുന്നു. ഇവർ നേഴ്സാണ് കൊണ്ട് തന്നെ നേരിട്ട് ഇറങ്ങി ആ ആളുടെ CPR കൊടുത്ത് ജീവൻ രക്ഷിച്ചു. ഒരു മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം വന്നപ്പോഴാണ് ആ വാർത്ത നേരിട്ടറിഞ്ഞ് ആ നേഴ്സിന്റെ നമ്പർ സംഘടിപ്പിച്ചെടുത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയാണ്. അപ്പം ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം ഉണ്ടാകുന്നത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും സഹായം ചെയ്താൽ അത് അംഗീകരിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഞാനുണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്. അതാണല്ലേ നമുക്ക് കേരളത്തിന് അത്രയൊക്കെ പോരെ? അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യമല്ലേ? എന്നാലിപ്പോ അതിനെല്ലാം വിപരീതമായി കഴിഞ്ഞ ദിവസം നടന്ന ED റെയ്ഡ്, അതിനെക്കുറിച്ച് മാധ്യമങ്ങളെല്ലാം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഒന്നും പറയാതെ, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പറയാതെ മാറി നിൽക്കുന്ന ഒരു വി ഡി സതീശനാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായപ്പോഴും ഇപ്പൊ മുഖ്യമന്ത്രി ആയപ്പോഴും ഇതുവരെ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇപ്പൊ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ED റെയ്ഡിനെ പറ്റി ഇതുവരെ എനിക്ക് തോന്നുന്നത് 7 തവണ എങ്ങാണ്ടോ മാധ്യമപ്രവർത്തകരെ മുഖ്യമന്ത്രിയെ സമീപിക്കുകയും
ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ആരായുകയും ചെയ്തു. 7 തവണ അദ്ദേഹം മൗനമാണ് പാലിച്ചത്. കാരണം അതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. ED റെയ്ഡിനെ തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് EDയുടെ പ്രവർത്തനങ്ങൾ. കാരണം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നു എന്നാണ് ഇത്രയും നാളും കോൺഗ്രസ് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുമ്പോൾ അതിനെ തള്ളിപ്പറയുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവിലെ രീതി. കാരണം ഇന്ത്യ മുന്നണിയും ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഒരു ED പരിശോധന പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഒരു കേന്ദ്ര ഏജൻസിയും പിണറായിയെ തൊട്ടിട്ടില്ല. എന്തെല്ലാം ആരോപണം വന്നു? സ്വർണ്ണക്കടത്ത് വന്നു, അതുപോലെ തന്നെ ഡോളർ കടത്ത് വന്നു, ഈ മാസപ്പടി ആരോപണം വന്നു. ഈ സമയത്തൊന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു പരിശോധന എത്തിയില്ല. പിണറായി വിജയന്റെ വീട്ടിൽ ഒരു പരിശോധന നടന്നില്ല. അപ്പൊ ആ വിഷയം രാഷ്ട്രീയമായി തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ്. അപ്പൊ അതിനുശേഷം നടക്കുന്ന ഈ റെയ്ഡിൽ എന്ത് രാഷ്ട്രീയമായ നിലപാട് എടുക്കുമെന്നുള്ളതിൽ ഒരു അവ്യക്തത മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഈ മൗനം. അല്ലാതെ കൃത്യമായി നിലപാട് പറയുന്നതിൽ എന്തെങ്കിലും ഭയപ്പെടുന്ന ആളാണ് VD സതീശൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി ഉണ്ട്. രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ നേരിടണം, അതിന്റെ ഒരു പ്രതിസന്ധി. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ, അതായത് സർക്കാരിന്റെ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ പിണറായി വിജയന്റെ വീടിന് പുറത്ത് കാത്തുനിന്ന പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് മതിയായ സുരക്ഷയില്ലാതെ പോലീസ് ഇറക്കിവിട്ടാണ് അക്രമം ഉണ്ടായത്. അപ്പോൾ അവരെല്ലാം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിന് പോലീസും സർക്കാരും മറുപടി പറയേണ്ടി വരും. ഈ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ മന്ത്രിസഭയിലെ മറ്റംഗമായ PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ ഈ ശബ്ദം ഉയർത്തിയപ്പോൾ അതിനെതിരെയെങ്കിലും പ്രതികരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് ലീഗും ആ ഒരു നിലപാടാണ്. നമ്മളിപ്പോഴും നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് UDFന്റെ ഒരു മൊത്തത്തിൽ ഒരു നയപരമായ ഒരു തീരുമാനത്തിനൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു സ്വതന്ത്രമായി അഭിപ്രായം പറയുമെങ്കിലും മുന്നണി മര്യാദ എന്ന് പറയുന്നത് കൃത്യമായി പാലിക്കുന്നു. മുഖ്യമന്ത്രിയോ കോൺഗ്രസോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലീഗും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതൊരു സമീപനമാണ് കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ലീഗ് ഈ റെയ്ഡിനെ തള്ളി പറയുകയാണെങ്കിൽ അത് കോൺഗ്രസിനും മുഖ്യമന്ത്രിക്കും വലിയ സമ്മർദ്ദം ഉണ്ടാക്കും. മുസ്ലിം ലീഗ് വരെ പറഞ്ഞു അത് ആ സമ്മർദ്ദം, എന്നിട്ടും കോൺഗ്രസോ മുഖ്യമന്ത്രിയോ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം നമുക്ക് അതിന് ആ വിഷയത്തോട് പതിയെ പ്രതികരിക്കാം, എല്ലാ വിഷയങ്ങളും മുന്നോട്ട് വരട്ടെ എന്നൊരു നിലപാടിലാണ് തോന്നുന്നു. ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. വീഴ്ചയെക്കുറിച്ച് ഇന്ന് DGP അടക്കം വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു, അതിൽ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുടെ ഇടപെടലുകൾ കൃത്യമായി നടക്കട്ടെ. ഒരു രാഷ്ട്രീയ നിലപാട് ആലോചിച്ച് ഉറപ്പിച്ച് പറയാമെന്ന മുന്നണി തീരുമാനമായിരിക്കാം ലീഗിന്റെ മൗനം. VD സതീശനും മോദിയും തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ് ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അതിന് തള്ളിക്കളയാനെങ്കിലും അവർക്ക് ശ്രമിക്കാമായിരുന്നില്ല. അല്ല, അതായത് ED റെയ്ഡ് നടന്ന ദിവസം, അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് VD സതീശൻ കൂടിക്കാഴ്ച നടക്കുന്നത്. അതിന് പിന്നാലെ റെയ്ഡ് നടന്ന ദിവസം നിർമ്മല സീതാരാമനെ കണ്ടു, അമിത്ഷായെ കണ്ടു. ഇത് മൂന്നും ഈ സംഭവങ്ങളെ കൂട്ടിച്ചേർത്താണ് മോദി VD കൂട്ടുകെട്ടെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അതിപ്പോ ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണുന്ന പതിവല്ലേ. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇപ്പൊ ഇന്നും ഇന്നലെയായി പ്രധാനമന്ത്രിയെ, അതുപോലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ, അമിത്ഷായെ എല്ലാം കണ്ടിരുന്നു. അതൊരു ഒരു ക്രമമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു പുതിയ മുഖ്യമന്ത്രി ചുമതല ഏൽക്കുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉണ്ടായ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയെന്ന് അവർക്ക് ന്യായീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ ഇത് പ്രതിരോധിക്കാതെ മൗനത്തിലിരിക്കുന്നത് ഈ നറേറ്റീവിന് ശക്തി പകരും, അതുപോലെ തന്നെ CPM ആക്രമണങ്ങൾക്കും ശക്തി പകരുന്നതാണെന്ന് കൂടി മുഖ്യമന്ത്രി ചിന്തിക്കണം.